ഇന്നത്തെ ഇതൊരു മിഠായി പെറുക്കൽ ചലഞ്ചാണ് കേട്ടോ. നമ്മളിവിടെ 100 മിഠായികളുള്ള പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇല്ല മൊത്തം കിട്ടോ. എന്നിട്ട് എത്ര സെക്കൻഡ്സ് വേണം? 30 സെക്കൻഡ്സ് മതിയോ? 30 സെക്കൻഡ്സിൽ ഓരോരുത്തരും പെറുക്കണം. എന്നിട്ട് നമ്മൾ ആ ബ്ലൂ ആ പാത്രത്തിനകത്തേക്ക് ഇടണം. ഏറ്റവും കൂടുതൽ പെറുക്കിയിരിക്കുന്ന ആരാണ് വാരി എടുത്തൂടാ ഓരോന്ന്. പണ്ടൊക്കെ നമ്മൾ മിഠായി പെറുക്കലിനൊക്കെ ചേർന്നിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇല്ല സാറ് ചേർന്നിട്ടില്ല. ഞാൻ ചേർന്നിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. അത് മിഠായി പെറുക്കലല്ല. ആണോ? അയ്യോ, ഞങ്ങക്ക് മിഠായി പെറുക്കലായിരുന്നു, കടല പെറുക്കലായിരുന്നേ. ഞാൻ തോറ്റിട്ടുണ്ട്. പക്ഷെ നീ അവിടെ കണ്ടിട്ടുമില്ല. ഇവള് അംഗനവാടിയിൽ അംഗനവാടി ചേർന്നിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട്. സാറ് അംഗനവാടി പോയിട്ടില്ല. അപ്പം എല്ലാവർക്കും 30 സെക്കൻഡ് ആണ്. 30 സെക്കൻഡ് അലാം വെക്കണം. എമ്മി, റബേക്ക, സാറ, എൽസ, ഞാൻ. അങ്ങനെ മത്സരിച്ചവർക്കൊക്കെ ഒരു നൊസ്റ്റാൾജിയ ലവ് ഷേപ്പിലാക്കി വെച്ചത്. കാണാൻ പറ്റൂല, മനസ്സിലാവില്ല. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈം സ്റ്റാർട്ട്സ് നൗ എന്ന് പറയുമ്പോ തുടങ്ങണം കേട്ടോ. ഓരോന്നും എടുക്കാൻ അവള് മാറാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ടൈമർ വെച്ചിട്ടുണ്ടേ. സ്റ്റോപ്പ് പറയുമ്പോ നിർത്തണം കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. കൗണ്ട് ചെയ്തിട്ട് നോക്കണേ കേട്ടോ. ഓക്കെ, അമ്മ എണ്ണാണേ. 2 4 6 8 10 12 14 16 18 20 22 24 26 28 30 32 34 36 38 40 42 44 46 47 മിഠായി. കുട്ടിക്ക് 47. ഓക്കെ, റബേക്കയുടെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ഞാൻ കൗണ്ട് ചെയ്യാൻ പോണേ. റബേക്ക വേണ്ടത് സാറില്ല. ഇല്ല, അമ്മ പെട്ടെന്ന് 2 4 6 8 10 12 14 16 18 20 22 24 26 28 30. എൻ്റെ കയ്യിൽ നിന്ന് പോണു. 32 34 36 38 40 42. റബേക്ക 42. 5 എണ്ണത്തിന്റെ കുറവേ ഉള്ളു കേട്ടോ. 42 റബേക്ക നോക്ക്. അടുത്തത് നമ്മുടെ സാറക്കുട്ടിയാണ്. ഓക്കെ, സാറയുടെ സമയം സ്റ്റാർട്ട്. നോക്കാം. ഓക്കെ, നമുക്ക് കൗണ്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഞാൻ കൗണ്ട് ചെയ്യാം. എല്ലാവരും ഞാൻ കൗണ്ട് ചെയ്യാം. ഓക്കെ, കൗണ്ട് ചെയ്യാൻ പോണേ. 2 4 6 8 10 12 14 16 18 20 22 24 26 28 30 32 32 34 36 38 40 50 42 44 46 48 50 52 53 വിചാരിച്ചില്ലല്ലേ? 53. ഓക്കെ, അപ്പൊ അടുത്തത് ഞാനാണേ. അപ്പൊ എന്റെ ടൈമറൊക്കെ സെറ്റ് ചെയ്തോ? പറയട്ടെ. 3
2, 1 start. ഓക്കെ കൗണ്ട് ചെയ്യട്ടെ. ഒരു മിനിറ്റ്. എന്താ അല്ല അല്ല ഇത് ഇവിടെ താഴ്ത്തി കിടന്ന വെച്ചതാണ്. അതിന്റെ സൈഡിൽ കിടന്ന വെച്ചതാണ്. സത്യമായിട്ട് ഞാൻ കണ്ടതാണ്. ഞാൻ ഓർക്കണേ എന്റെ തോപ്പിക്കാനാണ്. എനിക്ക് അത്ര ഉണ്ടാവില്ല. എന്നെ കഴിയത്തില്ല കൂട്ടാ. വേണ്ട ഇടയ്ക്ക് കൗണ്ട് തെറ്റിപ്പോകും. ഞാനല്ലേ എല്ലാവരുടെയും എണ്ണ്. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33 ഇപ്പഴാണായത്. 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 47. നമ്മൾ ഒരു കൗണ്ടടാ കുട്ടാ. ഓക്കെ, അപ്പൊ അടുത്ത ഡോപ്പിയാണ്. ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോ സ്റ്റാർട്ട്സ് പറയുമ്പോ തുടങ്ങിക്കോട്ടോ. ഓക്കെ, അതതിനകത്തല്ല. ഓക്കെ, കൗണ്ട് ചെയ്യാം. ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24. അപ്പൊ അത്രയൊക്കെ ഇത്തിരി അടുപ്പിച്ചൊക്കെ വെച്ച് എണ്ണിക്കോ. 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 48. ഒരേപോലെ വന്നേനെ അല്ലേ? ഒരേപോലെ വന്നേനെ. നമ്മള് വാശിയേറിയ മിഠായി പെറുക്കൽ മത്സരം അവസാനിച്ച് ഇഷ്ടപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റില്ല. അതൊന്നും പറയാൻ പറ്റില്ല. അല്ല, അത് തുടങ്ങി. ഇനോഗ്രേഷൻ കഴിഞ്ഞതിന്റെ അത് എമ്മി കുട്ടി അപ്പൊ തന്നെ എടുത്ത് കഴിച്ചു. ഇപ്പൊ റബേക്ക ആണോ? അതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. 2 എടുത്തിട്ടാണ് എന്നോട് ചോദിക്കണം. ഒരെണ്ണം എടുത്തോട്ടെ. കണ്ടോ? അപ്പൊ മിഠായി പെറുക്കല് കഴിഞ്ഞിട്ട് മിഠായി തീറ്റ ആണല്ലേ. അപ്പൊ പണ്ട് ഇതുപോലെ മിഠായി പെറുക്കലിനും കടല പെറുക്കലിനൊക്കെ സമ്മാനം മേടിച്ചവരൊക്കെ ഉണ്ടാവും അല്ലേ? എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് കുറച്ച് കൊടുക്കാൻ പറ്റിയത്. ഞാൻ സത്യമായിട്ട് കണ്ടിട്ടില്ല മിഠായി പെറുക്കല്. കണ്ടിട്ടില്ലല്ലേ? കണ്ടിട്ടുണ്ട്. പക്ഷെ അതാണ് കിട്ടുന്നത്. താഴെ ഇട്ടിട്ടല്ലേ നമ്മള് മത്സരം ചെയ്യണേ. ഞങ്ങളൊക്കെ മണ്ണിലില്ലേ, മണ്ണില് കളേറിയലല്ല. ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്നപ്പോഴാണ്.
അപ്പം കടല ഇങ്ങനെ മണ്ണിലേക്ക് ഇട്ടിട്ട് ഒരു റൗണ്ടില് ഇടും, എന്നിട്ട് അതിന്റെ ചുറ്റും ഇരുത്തിയിട്ടാണ് പെറുക്കല്. കടല് കപ്പലണ്ടി എന്തോ ആയിരുന്നാണ് ഓർമ്മ, കടലയാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതുപോലെ ഒരു ഓർമ്മ ഉണ്ടാവില്ലേ, മത്സരിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരണം, അപ്പൊ നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണുവരാം. അതുവരേക്കും ബൈ.